നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. ബഹ്റിനിൽ 15 വയസ്സിന് മുകളിലുള്ളവരിൽ പുകവലി വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബഹ്റിനിലെ 15 വയസ്സിന് മുകളിലുള്ളവരിൽ 18.1% ആളുകൾ പുകവലിക്കുന്നവരാണ്. 2025 ഗവേഷണ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി ബഹ്റിൻ ആന്റി സ്മോക്കിംഗ് സൊസൈറ്റി അംഗം ഡോക്ടർ ഫാത്തിമ അൽ മത്രൂഖാണ് ഈ വിവരം വെളിപ്പെടുത്തിയത്. ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ചാണ് ഡോക്ടർ ഈ കണക്കുകൾ പുറത്തുവിട്ടത്. എത്രയും വേഗം പുകവലി ഉപേക്ഷിക്കുന്നത് ശ്വാസകോശ അർബുദം വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്നും ഡോക്ടർ ഓർമ്മിപ്പിച്ചു. ശ്വാസകോശ അർബുദം ബാധിച്ചവരിൽ 85 മുതൽ 90% വരെ ആളുകൾക്ക് പുകവലിയുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടെന്നും ഡോക്ടർ ഫാത്തിമ വ്യക്തമാക്കി. ഇലക്ട്രോണിക് ലിങ്കുകൾ വഴി വ്യക്തിഗത വിവരങ്ങളും അപ്ഡേറ്റുകളും ആവശ്യപ്പെട്ടു വരുന്ന വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ബഹ്റിനിലെ ജനറൽ ഓർഗനൈസേഷണൽ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് മുന്നറിയിപ്പ് നൽകി. തങ്ങൾ ഒരിക്കലും വ്യക്തിഗത വിവരങ്ങൾ ലിങ്കുകളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ ആവശ്യപ്പെടില്ലെന്നും ഓർഗനൈസേഷൻ അറിയിച്ചു. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ വന്നാൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. പ്രവാസികളുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബഹ്റിൻ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചു. അംബാസഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് എന്നീ ഭാഷകളിൽ നടന്ന ഓപ്പൺ ഹൌസിൽ ഇന്ത്യയിൽ നിന്നുള്ള 40-ലധികം പ്രവാസികൾ പങ്കെടുത്തു. പ്രവാസികളുടെ നിരവധി പ്രശ്നങ്ങൾക്ക് ഓപ്പൺ ഹൌസിൽ പരിഹാരവും കണ്ടു. എംബസിയിൽ നിലവിൽ നൽകിവരുന്ന പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ കോൺസുലാർ സേവനങ്ങളും ഇനി ബഹ്റിൻ മാളിൽ പുതുതായി തുറന്ന ഇന്ത്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെന്ററിൽ നൽകുമെന്നും ഇന്ത്യൻ സ്ഥാനപതി അറിയിച്ചു. ഇന്ത്യ ഗവൺമെന്റ് ഫീസിന് പുറമെ 180 ഫിൽ സർവീസ് ചാർജ് മാത്രമായിരിക്കും ഈടാക്കുക. ഓഗസ്റ്റ് 15 എംബസി പരിസരത്ത് നടക്കുന്ന ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുക്കാൻ അംബാസിഡർ ഇന്ത്യൻ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളെയും ക്ഷണിക്കുകയും ചെയ്തു. എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും എംബസിയിലെ യോഗ അധ്യാപകർ നൽകുന്ന സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിയതിന് ബഹ്റിൻ കേരളീയ സമാജത്തോടും അദ്ദേഹം നന്ദി അറിയിച്ചു. കോൺസുലാർ കമ്മ്യൂണിറ്റി വെൽഫെയർ വിഷയങ്ങളിൽ ബഹ്റിൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് തൊഴിൽ മന്ത്രാലയം, LMRA, ഇമിഗ്രേഷൻ അധികാരികൾ എന്നിവരുടെ സമയോചിതമായ സഹായത്തിനും പ്രതികരണത്തിനും അംബാസിഡർ നന്ദി രേഖപ്പെടുത്തി. ഓപ്പൺ ഹൌസിൽ സ്ഥിരമായി പങ്കെടുത്തതിനും പരിപാടിയിൽ ചർച്ച ചെയ്ത കേസുകൾ അവലോകനം ചെയ്യുന്നതിൽ അവർ നൽകിയ തുടർച്ചയായ പിന്തുണയ്ക്കും എംബസിയിലെ പാനൽ അഭിഭാഷകർക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. കൂടാതെ ഈ വർഷം മുഴുവൻ ഇന്ത്യൻ പ്രവാസികളിലെ ദുരിതം അനുഭവിക്കുന്ന അംഗങ്ങളെ സഹായിക്കുന്നതിൽ ഇന്ത്യൻ സമൂഹ സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പ്രതിബദ്ധതയും സമർപ്പണത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. BMC ന്യൂസിലൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects yours. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റിനിലെ പാലക്കാട്ടുകാരുടെ കുടുംബ കൂട്ടായ്മ പാലക്കാട് പ്രവാസി അസോസിയേഷൻ ബഹ്റിൻ ബീച്ച് ബേ റിസോർട്ടുമായി സഹകരിച്ച് ഈ വർഷത്തെ ഓണാഘോഷം പൊന്നോണം 2025 സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച സംഘടിപ്പിക്കും. ഓണാഘോഷം ഫ്ലയർ ഓഗസ്റ്റ് 1 വൈകിട്ട് അലി കുവൈറ്റി ജനറൽ മാനേജർ രാജേഷ് നമ്പ്യാർ പ്രകാശനം ചെയ്തു. ഈ വർഷത്തെ ഓണസദ്യ പാലക്കാടൻ അഗ്രഹാര ശൈലിയിൽ തികച്ചും വ്യത്യസ്തമായ രുചി അനുഭവമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. സദ്യ തയ്യാറാക്കുന്നതിന് പ്രശസ്തരായ പാചക വിദഗ്ധർ പാലക്കാട്ട് നിന്നും എത്തും. കൂടാതെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും. അസോസിയേഷൻ പ്രവർത്തക സമിതി അംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ രാജേഷ് നമ്പ്യാർ, ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വാണി ചന്ദ്രൻ, അസോസിയേഷൻ അംഗങ്ങളായ ജയശങ്കർ, വിനോദ് കുമാർ, ശ്രീധർ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ വിജയത്തിന് എല്ലാ പാലക്കാട്ടുകാരുടെയും സഹകരണവും സംഘാടകർ അഭ്യർത്ഥിച്ചു.
വോയിസ് ഓഫ് ആലപ്പി സജീവ പ്രവർത്തകനും വോയിസ് ഓഫ് ആലപ്പി വടംവലി ടീം അംഗവുമായിരുന്ന മനു കെ രാജന്റെ ആകസ്മിക വേർപാടിൽ വോയിസ് ഓഫ് ആലപ്പി അനുശോചന യോഗം സംഘടിപ്പിച്ചു. അവധിക്കായി നാട്ടിലേക്ക് പോയ 35 വയസ്സുകാരനായ മനുവിന് വീടിനടുത്ത് വെച്ച് നടന്ന ബൈക്ക് അപകടത്തിൽ ജൂലൈ 31 ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. നാട്ടിലെത്തിയ ഒരാഴ്ചയ്ക്കുള്ളിലാണ് അപകടം സംഭവിച്ചതും മരണത്തിന് കീഴ്പ്പെട്ടതും. സൽമാനിയയിലെ കലവറ ഹാളിൽ നടന്ന അനുശോചന യോഗത്തിൽ വോയിസ് ഓഫ് ആലപ്പി ട്രഷറർ ബോണി മുളപ്പാമ്പള്ളിൽ ആമുഖ അനുസ്മരണം നടത്തി. തുടർന്ന് നടന്ന മൗന പ്രാർത്ഥനയ്ക്ക് ശേഷം പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചിരുന്നു. വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് സിബിൻ സലീം, ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി എന്നിവർ അനുസ്മരിച്ച് സംസാരിക്കുകയും ഏകമകനെ നഷ്ടപ്പെട്ട കുടുംബത്തെ ചേർത്ത് നിർത്തേണ്ടതിന്റെ ആവശ്യകത വിവരിക്കുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് അനസ് റഹീം, ജോയിന്റ് സെക്രട്ടറി ജോഷി നെടുവേലിൽ, മീഡിയ വിംഗ് കൺവീനർ ജഗദീഷ് ശിവൻ എന്നിവരും അനുസ്മരിച്ച് സംസാരിച്ചു. വടംവലി ടീം അംഗമായിരുന്ന മനുവിന്റെ വിയോഗം ടീമിന് നികത്താനാവാത്ത വിടവാണെന്നും ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മനു തങ്ങൾക്കെല്ലാവർക്കും അനുജനെ പോലെ ആയിരുന്നുവെന്നും വോയിസ് ഓഫ് ആലപ്പി സ്പോർട്സ് വിംഗ് കൺവീനർ ഗിരീഷ് ബാബു അനുസ്മരിച്ചു. റിഫ ഏരിയ പ്രസിഡന്റ് പ്രസന്നകുമാർ, ബഹ്റിൻ ടഗ് ഓഫ് വാർ അസോസിയേഷൻ സെക്രട്ടറി അലക്സ് പൗലോസ്, മനുവിന്റെ അടുത്ത സുഹൃത്തും വോയിസ് ഓഫ് ആലപ്പി അംഗവുമായ അഭിലാഷ് മണിയൻ, ലേഡീസ് വിംഗിന് വേണ്ടി എക്സിക്യൂട്ടീവ് അംഗം നന്ദന പ്രശോഭ് എന്നിവരുൾപ്പെടെ നിരവധി പേർ അനുസ്മരണത്തിൽ സംസാരിച്ചു. വോയിസ് ഓഫ് ആലപ്പി ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഏരിയ ഭാരവാഹികൾ, ലേഡീസ് വിംഗ് അംഗങ്ങൾ, മനുവുമായി ഏറ്റവും കൂടുതൽ വൈകാരിക ബന്ധമുള്ള വടംവലി ടീം അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം വോയിസ് ഓഫ് ആലപ്പി വടംവലി കോർട്ടിൽ വെച്ച് വടംവലി ടീമിന്റെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചിരുന്നു. ബഹ്റൈനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ പ്രവാസി കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ ഓണാരവം 2025 പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. ഉമ്മലസം ടെറസ് ഗാർഡൻ റെസ്റ്റോറന്റിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു വി, സെക്രട്ടറി സുനു കുരുവിള, ട്രഷറർ സുഭാഷ് തോമസ്, വൈസ് പ്രസിഡന്റ് മോൻസി ബാബു എന്നിവർ പങ്കെടുത്തു. ഓണാരവം കൺവീനർമാരായ റോബിൻ ജോർജ്, ജെയ്സൺ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉൾപ്പെടുത്തിക്കൊണ്ട് സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ അദാരി ഹാളിലാണ് ഓണാരവം 2025 അരങ്ങേറുക. പരിപാടിയുടെ കൂപ്പണുകൾക്കായി കൺവീനർമാരായ റോബിനെ 39497263 എന്ന നമ്പറിലും ജെയ്സണിനെ 35029593 എന്ന നമ്പറിലും ബന്ധപ്പെടാം. മലയാള സിനിമാ താരവും മിമിക്രി താരവുമായിരുന്ന കലാഭവൻ നവാസിന്റെ മരണത്തിൽ മുഹറക് മലയാളി സമാജം സർഗവേദി കൂട്ടായ്മ അനുശോചനം രേഖപ്പെടുത്തി. മലയാള സിനിമയിലെ സൗമ്യമുഖമായി തിളങ്ങി നിന്നിരുന്ന ഏവരെയും ചിരിപ്പിച്ച നടനായിരുന്നു കലാഭവൻ നവാസ്. സകല കലാവല്ലഭനായി ഏവർക്കും പ്രിയങ്കരനായി മാറുവാൻ കലാഭവൻ നവാസിന് കഴിഞ്ഞിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള വിയോഗം മലയാള സിനിമാ കലാമേഖലയ്ക്ക് കനത്ത നഷ്ടമാണെന്നും അനുശോചനക്കുറിപ്പിൽ MMS സർഗവേദി അനുസ്മരിച്ചു. പുതിയ കാലത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ധാർമ്മികതയിൽ അധിഷ്ഠിതമായ സാംസ്കാരിക കൈമാറ്റത്തിലൂടെ സേവന പ്രവർത്തനങ്ങളിൽ കൂടുതൽ കർമ്മനിരതരാവണമെന്ന് ICF. കാലത്തിന്റെയും സമൂഹത്തിന്റെയും നേട്ടങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തന രീതികൾ ക്രമപ്പെടുത്തുന്നതിനോടൊപ്പം സമൂഹത്തിൽ വ്യാപകമാകുന്ന എല്ലാത്തരം തിന്മകൾക്കുമെതിരായ ജാഗ്രത കൈവിടാതെ സൂക്ഷിക്കണമെന്നും സമ്മിറ്റ് അഭിപ്രായപ്പെട്ടു. ഏപ്രിൽ അവസാന വാരം ICF ഇന്റർനാഷണൽ കൗൺസിൽ കമ്മിറ്റി കോഴിക്കോട് നോളജ് സിറ്റിയിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ സമ്മിറ്റിന്റെ തുടർച്ചയായാണ് ബഹ്റൈൻ നാഷണൽ കമ്മിറ്റി എക്കോസ് എന്ന പേരിൽ മിനി സമ്മിറ്റ് ഒരുക്കിയത്. ബഹ്റൈനിലെ 8 റീജിയനുകളിൽ നിന്നുള്ള സെനറ്റ് അംഗങ്ങളും യൂണിറ്റ് ഭാരവാഹികളും പ്രതിനിധികളായി പങ്കെടുത്തു. ടേക്ക് എ സ്റ്റെപ്പ് ടു ദ നെക്സ്റ്റ് ലെവൽ എന്ന ശീർഷകത്തിൽ ബുദയ്യ ചാരിറ്റി ഹാളിൽ നടന്ന എക്കോസിൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള ICF പ്രവർത്തന പദ്ധതികളുടെ അവതരണവും ചർച്ചയും സംഘടിപ്പിച്ചിരുന്നു. ICF ബഹ്റൈൻ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഉസ്മാൻ സഖാഫി തളിപ്പറമ്പിന്റെ അധ്യക്ഷതയിൽ ICF പ്ലാനിംഗ് ബോർഡ് അംഗം അബ്ദുൽ കരീം ഹാജി മേമുണ്ട ഉദ്ഘാടനം ചെയ്തു. ICF ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി നിസാർ സഖാഫി ആമുഖ പ്രഭാഷണവും ഇന്റർനാഷണൽ കൗൺസിൽ ഓർഗനൈസേഷൻ സെക്രട്ടറി ഷെരീഫ് കാരശ്ശേരി പദ്ധതി അവതരണവും നിർവഹിച്ചു. ഇന്റർനാഷണൽ കൗൺസിൽ വെൽഫെയർ സെക്രട്ടറി ഉസ്മാൻ സഖാഫി തിരുവത്ര, വുമൺ എംപവർമെന്റ് സെക്രട്ടറി റാസിഖ് ഹാജി, ഡെപ്യൂട്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം ഹാജി എന്നിവർ എക്കോസ് പ്രതിനിധികളെ അഭിവാദ്യം ചെയ്തു. പ്രതിനിധികൾക്കായി നടത്തിയ വിജ്ഞാന മത്സരത്തിൽ ഷംസുദ്ദീൻ സുഹരി, നസീഫ് അൽ ഹസനി എന്നിവർ വിജയികളായി. ഷമീർ പനൂർ സ്വാഗതവും ഷംസുദ്ദീൻ പൂക്കയിൽ നന്ദിയും രേഖപ്പെടുത്തി. ഗ്ലോബൽ NRI വെൽഫെയർ അസോസിയേഷൻ ബഹ്റൈൻ ചാപ്റ്റർ സൽമാനിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിന്റെ സഹായത്തോടെ രക്തദാനം ജീവദാനം എന്ന ആപ്തവാക്യത്തോടെ സൽമാനിയ ഹോസ്പിറ്റലിൽ നടത്തിയ രക്തദാന ക്യാമ്പിൽ 100-ൽ പരം ആളുകൾ രക്തം ദാനം ചെയ്തു. പ്രസിഡന്റ് ജാബിർ വൈദ്യരക്തത്തിന്റെ അധ്യക്ഷതയിൽ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനായ ഗഫൂർ കളത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുകയും ജനറൽ സെക്രട്ടറി ഗ്ലാഡ്സ്റ്റൺ റിക്കി സ്വാഗതവും സിയാദ് ബഷീർ കരുനാഗപ്പള്ളി, അനിൽകുമാർ തിരുവനന്തപുരം, അഷ്റഫ് കൊറ്റാടത്ത് എന്നിവർ ആശംസകളും കോർഡിനേറ്റർ നിഷ ഗ്ലാഡ്സ്റ്റൺ നന്ദിയും രേഖപ്പെടുത്തി. ഷംന ഫറാസ്, ഫിജോ ജോൺസൺ, ഡ്രിൻസി വിജോയ്, റിയാസ് കോട്ടക്കൽ തുടങ്ങി നിരവധി പേർ ക്യാമ്പിന് നേതൃത്വം നൽകി. മലയാള സിനിമ മിമിക്രി താരമായ കലാഭവൻ നവാസിന്റെ ആകസ്മിക നിര്യാണത്തിൽ ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം അനുശോചനം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ അകാല വിയോഗം മലയാള സിനിമ മിമിക്രി രംഗത്തിന് വലിയ നഷ്ടമാണെന്നും അനുശോചനക്കുറിപ്പിൽ BMGF ഭാരവാഹികൾ അറിയിച്ചു. വീണ്ടും ഒരു ഇടവേള.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റു വാർത്തകളിലേക്ക്. ചക്രവാത ചുഴി രൂപപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴ. തലസ്ഥാനവും കൊച്ചിയും അടക്കം 7 ജില്ലകളിലാണ് ഇന്ന് അതിശക്ത മഴ മുന്നറിയിപ്പ്. 3 ദിവസത്തേക്ക് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് അതിശക്ത മഴ ജാഗ്രത. ഇതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയെന്നാണ് അറിയിപ്പ്. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്താനുള്ള സാധ്യത മങ്ങിയതായി കായിക മന്ത്രിയുടെ ഓഫീസ്. മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലേക്ക് എത്തും. എന്നാൽ ഷെഡ്യൂളിൽ കേരള സന്ദർശനമില്ല. 60 കോടിയോളം രൂപ ആദ്യ ഗഡുവായി ടീമിന് സ്പോൺസർ നൽകിയിരുന്നു. കരാർ ലംഘനം നടന്നതിനാൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പണം തിരികെ നൽകിയേക്കില്ല. കൃത്യസമയത്ത് ആശയവിനിമയവും സാമ്പത്തിക ഇടപാടും നടന്നില്ലെന്നാണ് സൂചന. മെസ്സി ഇന്ത്യയിൽ ഡിസംബർ 12-നാണ് എത്തുക. കൊൽക്കത്ത, മുംബൈ, ദില്ലി, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. ഡിസംബറിൽ ലയണൽ മെസ്സി ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. ഡിസംബറിൽ ഇന്ത്യയിലെത്തുന്ന മെസ്സിയുമായി ഒരു പ്രദർശന മത്സരം നടത്താനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. 7 കളിക്കാർ അടങ്ങുന്ന 2 ടീമുകളായി തിരിച്ചായിരിക്കും മത്സരങ്ങൾ നടക്കുക. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.